അരി ഇതൊന്നും തയ്യുന്നില്ലാട്ടോളൂ. കല്യാണത്താലിൽ നിന്ന് ഇത്രയും ആൾക്കാരാ, എന്താണ്ടപ്പോ അതില്ല. കാച്ചാറിനോട് ഗുമ്മില്ലല്ലേ നീ? ഉഗ്രനായിട്ടുണ്ട്. നിന്റെ മനസ്സ് ശരിയല്ലാണ്ടാണ് വന്നിരിക്കുന്ന വേണ്ട. വയറൊന്നും നോക്കിയിട്ട് തൂമക്കണ്ണ എന്താ പിന്നെ ഹരിയേട്ടാ നോക്കിന്ന് ഈ ചക്കന്മാരനെ കൊണ്ട് എന്താ ഉമ്മാര് കാട്ടിയെടുക്കുന്നത്? എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ മനോഹരനാള് മിടുക്കനാണ്ടാ. നല്ല പഠിപ്പും വിവരമുള്ള പെണ്ണിന് തന്നെ ചക്ക ഒപ്പിച്ചെടുത്തില്ലേ? ഓ കേട്ടു കേട്ടു. ചക്കന് പഠിപ്പില്ലെങ്കിലും പഠിപ്പുള്ള പെണ്ണിനെ നോക്കിട്ടാണ് പിടിച്ചത്. അതന്നെ. അവിടെ പോയിട്ട് ചിറ്റലഞ്ചേരിയിലെ ഒറ്റത്തർ ബിൽഡിംഗ് കൊണ്ടൊരു പ്രഭാകരന്റെ മരുവനാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ എങ്ങനെ കിട്ടാനുണ്ട് പെണ്ണിനൊക്കെ? അതിനുള്ള ചുക്കാന്തിക്ക് അവന്റെ കയ്യിലുണ്ട്. ഓ ഇവിടെ ഉണ്ടായിരുന്നാ? കേൾക്കണില്ല. ഞാൻ നിന്റെ ശുഷ്കാന്തിയെ കുറിച്ച് പറയായിരുന്നേ. ഉറക്കെ പറ. ശുഷ്കാന്തി ശുഷ്കാന്തി കേൾക്കണില്ല. വർഗീസേട്ടാ, നിങ്ങൾ തന്നെ കാര്യങ്ങൾ അവൻ്റെ അടുത്ത് രഹസ്യമായിട്ട് പറഞ്ഞ് മനസ്സിലായിട്ടോളി. എന്താ നീ കെട്ടാൻ പോണ പെണ്ണില്ലേ ലതിക? അവള് വേറൊരുത്തോണ്ട് ഒളിച്ചോടി പോയെന്ന്. ആ പാട്ടപ്പം നിന്നു. ആൾക്കിതിന് ശ്വാസം കിട്ടിട്ടെ പുറത്തേക്ക് പോയിന്ന് എല്ലാരും. നിങ്ങൾ വെറുതെ കിടന്ന് ചത്തോണ്ടാകാണ്ടിരിക്കുക. അവന് കുഴപ്പമില്ലാന്ന്. അതെ, അവള് നിനക്ക് തരാൻ വേണ്ടി ഒരു ലെറ്റർ നമ്മുടെ ലീലയെ ഏൽപ്പിച്ചിരുന്നു. ലെറ്റർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? പെണ്ണ് ചാടി പോവുക മാത്രല്ല ലെറ്റർ ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇത്രേ വാ വായിക്കാം, പ്രേമലേഖനം വായിക്കാം. വെരി 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 എല്ലാവരും വെരി കത്ത് വായിക്കും. എല്ലാവരും കയറി വരി. ഞാൻ വായിക്കാം. എന്നാൽ നീ വായിക്കി. ചെപ്പക്കുട്ടി അടിച്ച് മൂടിക്കും ഞാൻ. വായിക്കി വായിക്കി. പ്രിയപ്പെട്ട മനുവേട്ട, എനിക്ക് നിങ്ങളോടൊരു ഇഷ്ടക്കേടുമില്ല. പക്ഷേ ഈ ബോർഡും ബാനറും എഴുതിയ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു മാസത്തെ മൊബൈൽ ബില്ലിന് പോലും തികയില്ല. ഇതൊന്നും പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലാവില്ല. എനിക്ക് എൻ്റെ കാര്യം നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് സേഫ് ആണെന്ന് തോന്നുന്ന ഒരാളുടെ കൂടെ ഞാൻ പോവുക. ശുഭദിനം നേരുന്നു. നല്ല ഹാൻഡ് റൈറ്റിംഗ് അല്ലേ? അവളുടെ അടുത്ത് പോവാൻ പറ. നിനക്കെന്താ ഈ നാട്ടിൽ നല്ല പെണ്ണ് വീട്ടിലാണെന്ന് വിചാരിച്ച് പറ്റിയ ഒരാളെ കണ്ടുപിടിച്ച് നിന്റെ കല്യാണം നമ്മൾ നടത്തും. നിശ്ചയിച്ച മുഹൂർത്തത് നടക്കില്ലടാ. നടക്കൂതാന്ന് എനിക്കറിയാം. നീ വാ വരാൻ. നിക്ക് 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 നിക്ക്. സരസ്വതി ചേച്ചിക്ക് ഒരു മോളുണ്ടല്ലോ. ശരിയാണല്ലോ. ഞാൻ വിളിക്കാന്ന്. വിളിക്കടാ. സരസ്വതി ചേച്ചി നീ ചോദിക്കടാ. നമ്മളെ ചേട്ടനല്ലേ, ചോദിക്കടാ. ബാലേട്ടാ, മോളെ കെട്ടിച്ച് തരുമെന്ന്. മറ്റേ ഗൾഫിലുള്ള മനല്ലേ? അതിനെന്താ മകനെ നോക്കാലോ. ഗൾഫിലുള്ള മനല്ല, നമ്മുടെ നാട്ടിലുള്ള നാട്ടിലുള്ള മനു വേണ്ടേ വേണ്ട. കളവന്റെ കൊറട്ടാണ് നോക്കി പറഞ്ഞു പൊട്ടിച്ച. നീ ആ പട്ടി അഴിച്ചു വിടി. അല്ല ഗൾഫിലുള്ള മനു. ഗൾഫിലുള്ള മനു ഈന്തപ്പഴം തൊണ്ടയെ കുടുങ്ങി ചത്തു. അല്ല നാട്ടുകാരനെ പറഞ്ഞിട്ട് എന്താണ് കാര്യം?
ഈ ചുമരുമ്പിൽ പെയിന്റ് അടിച്ച് നടക്കണ ഇവനൊക്കെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും പെണ്ണ് കൊടുക്കുവോ? ചോദിക്കുമ്പോ എന്തെങ്കിലും ബിസിനസ് ആണെന്ന് പറയണോ? എന്നിട്ട് കെട്ട് കഴിഞ്ഞിട്ട് പെണ്ണിന്റെ പണ്ടും മാലയ്ക്ക് വെച്ച് എന്തെങ്കിലും തുടങ്ങിയാ പോരെ? അതല്ല ഇപ്പത്തെ നാട്ടു നടപ്പ്. മനോഹരൻ പാലുകൂടിന്റെ അന്നേ ഞാൻ പറഞ്ഞതാണ്, ഇങ്ങനത്തെ പേരൊന്നും ഈ ചെക്കന് ചേരില്ലാന്ന്. ഇനി എന്ത് ആട്ടം കാണാൻ നിൽക്കാണ്? വാ. എന്ത് മനുഷ്യനാണിത്? സുമതിയെ വരുണ്ടോ നീ? എന്നാലും എല്ലാം കഴിഞ്ഞപ്പോൾ നിന്റെ മാമന്റെ ആ ഡയലോഗ് മറിഞ്ഞു വീണതിനെ എറിഞ്ഞു പോകുന്ന പോലെ ആയിപ്പോയി. പക്ഷെ ആൾക്കാർ പറയണ സത്യമാണ് ടോളി. ഈ ഫ്ലെക്സുകാർ വന്ന പിന്നെ ആർട്സുകാർക്ക് പിച്ചക്കാരന്റെ വില പോലും ഇല്ലാണ്ടായി. ഒന്നും മിണ്ടാതിരിടാ. നീ ഇതേ ആ ബോർഡ് കണ്ടോ? പണ്ട് ഇവരുടെ എല്ലാ വർക്കും ഇവന്റെ അച്ഛൻ തന്നെ ചെയ്തിരുന്നത്. രാത്രി ആവുമ്പോ ഒരു ബീഡിയും വലിച്ച് ആ ബോർഡിന്റെ മുമ്പിൽ വെച്ച് കെട്ടിയ മുളയമ്മേലി കയറിയ ആളൊരു ഇരിപ്പുണ്ട്. നേരം വെളുത്ത് ഞങ്ങൾ നോക്കുമ്പോ നല്ല ആപ്പിളിന്റെ നിറത്തില് മമ്മൂട്ടിയും മോഹൻലാലും ശോഭനയൊക്കെ നമ്മൾ നോക്കി അങ്ങനെ ചിരിച്ചിരിപ്പുണ്ടാവും. ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് വാ വിളിച്ച് നിന്നു പോയിട്ടുണ്ട് ഞങ്ങള്. ഇപ്പോഴീ ഫ്ലെക്സിൽ അടിച്ചു വെക്കുന്ന ഏതെങ്കിലും ഒരു ബോർഡ് കാണുമ്പോൾ നിനക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ടോ? ആർട്സുകാരനൊന്നും ആർട്സുകാരൻ തന്നെ. അതൊക്കെ പണ്ടല്ലെന്ന് വർക്കേട്ടാ. ഇപ്പൊ നമ്മുടെ ദുൽഖർ സൽമാനും നിവിൻ പോളി എന്തിന് നയൻതാര വരെ ഏത് കളറിൽ വേണമെങ്കിലും ദാ പറയുമ്പോഴേക്കല്ലേ ഫ്രഷ് പ്രിന്ററിൽ പ്രിന്റ് അടിച്ച് വരണത്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ വായും പൊളിച്ചേക്കണ ഫീല് അതിനല്ലേ വർക്കേട്ട ഇന്നിപ്പോ ഫോട്ടോഷോപ്പ് ഉള്ളത്. ഇന്ന് ഇത് അറിയണവനാണ് ഈ ഫീൽഡിൽ രാജാവ്. ഇതൊന്ന് പഠിക്കുന്ന അത്ര കോത ഞാൻ അവനോട് പറയണു. എടാ മനു, ആരാ? ദാ ലതിക. ഇവള് ഒളിച്ചോടിയത് ഇവന്റെ ഒപ്പാണ്. അപ്പൊ അവനെന്നാ ഡിസൈൻ കൊള്ളാക്കിയത് വേണം വെച്ചിട്ടല്ലേ? ഇവനാ രാഹുലിന്റെ കസിനല്ലേ? ആന്ന്. ചെക്കനെ പിടിച്ച് ഞാൻ കെട്ടിച്ച് മാമ എല്ലാം പ്ലാൻഡ് ആയിരുന്നു. മനു, എടാ മനു, ഞാൻ പറയട്ടോ. വേണ്ട മനു, ഇവരെല്ലാരും കൂടെ എന്നെ പൊട്ടനാക്കല്ലേ വർഗീസേട്ടാ. എനിക്ക് ചോദിക്കണം, എനിക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഇവനുള്ളതെന്ന് എനിക്ക് ചോദിക്കണം. അതിന് നിനക്ക് എന്ത് പ്രത്യേകത ഉള്ളത്? വല്ല പ്രത്യേകത ഉണ്ടായിരുന്നെങ്കിൽ പെണ്ണ് ഇട്ടിട്ട് പോവോ? അവള് കെട്ടിയിരിക്കണ ചെക്കനുണ്ടല്ലോ, ടൗണില് വലിയ ഡിസൈനർ ആണ്. അവനിഞ്ഞ് ഇവിടെ വരാൻ പോവാണ്, എന്റെ ഈ ബിൽഡിങ്ങിൽ. ഇവിടെ നമ്മുടെ ചിറ്റിലഞ്ചേരിയിൽ ആദ്യത്തെ ഫ്ലക്സ് പ്രിന്റിങ്ങിന്റെ യൂണിറ്റ് തന്നെ തുടങ്ങാൻ പോവാണ്. ഈ വിജയും നമ്മുടെ രാഹുലും കൂടെ മിടുക്കന്മാരാണ് അവര്.